വാട്ട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണാൻ വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോക്ക് നമ്മളൊരു പ്രൊമോഷൻ വർക്ക് ഉണ്ട്. ഒരു എണ്ണയുടെ പ്രൊമോഷൻ വർക്കിന് വേണ്ടി ഷോർട്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി പയ്യനകത്തുണ്ട്, അതിനകത്തായിട്ടിരിപ്പുണ്ട്. അവൻ്റെ ഹെയർ ഫിക്സ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ വർക്കാണ്. എന്തായാലും നമുക്ക് ആദ്യം ക്യാമറ എടുത്തുകൊണ്ട് വരാം. അതിൻ്റെ കുറച്ചേറെ ടാസ്ക് ഉണ്ട്. എന്ന് വെച്ചാൽ 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ പോലും ഏകദേശം റാൻഡം ആൾക്കാർ പറയുന്ന ഓരോരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് അവന് ഞാൻ 1000 രൂപ വെച്ച് കൊടുക്കും. അപ്പോൾ അതിനകത്താണ് ഈ പ്രൊമോഷൻ കൂടി. കോഴിയൊന്നും പുറത്ത് പോകരുത് ബോയ്സ്. അപ്പം ഇന്ന് തന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെയാണ് അവർ പറഞ്ഞത്. അപ്പം ഇന്ന് തന്നെ വേണം, നാളത്തേക്ക് അപ്ലോഡ് ചെയ്യാനാണ്. ഇന്ന് 4 മണിക്ക് മുമ്പേ ഐഡിയലി എഡിറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൂടി സെറ്റാവും. പക്ഷേ 4 മണിക്ക് മുമ്പ് എന്തായാലും തീരത്തില്ല. അപ്പോൾ പേയ്മെൻറ്റ് കാര്യം പോട്ടെ, പക്ഷേ ഇന്ന് വേണം അവർക്ക്. അപ്പോൾ അത് നമുക്ക് മഴ പെയ്താലും മഴ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ക്യാമറ എടുക്കാൻ വന്നിരിക്കുക. സത്യം പറയാനാണ് കൊടുക്കുക ചിലവുണ്ട്. ഇപ്പം എനിക്ക് ക്യാമറ പറഞ്ഞാൽ എനിക്ക് എന്നിട്ട് മേടിക്കണം. അപ്പോൾ അത് 4.5 ലക്ഷം. വേറൊരു DJ Osmo 4P മേടിക്കണം, അത് 1 ലക്ഷം. പിന്നെ ഒരു മൈക്ക് കുറച്ച് മേടിക്കണം, അത് 1.5 ലക്ഷം. പിന്നെ എൻ്റെ അനിയനൊരു ലാപ്ടോപ്പ് മേടിക്കണമായിരുന്നു, അപ്പോൾ അതൊരു 3 ലക്ഷം. ലക്ഷങ്ങളുടെ കണക്കേ ഉള്ളൂ നമുക്ക്, വേറെ കണക്ക് നമ്മൾ എടുക്കാറില്ല. ഹരി എവിടെ? തരൂ S3 ക്യാമറ കിട്ടി. നമുക്ക് ഇതുമായിട്ട് ഇനി അടുത്തൊരു സ്പോട്ട് തപ്പി പോകണം, വീഡിയോ എടുക്കേണ്ടത്. ഇവിടെ കുളമൊക്കെ ഉണ്ട്, എനിക്ക് കാണുന്നില്ലേ. ഇപ്പം സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും പോണ്ടില്ലാത്തത്. നമ്മൾ ഒരു ദിവസം നമ്മൾ ഈ സ്ഥലം എടുക്കും താമസിക്കാതെ. ബോയ്സ്, ഞാൻ OG സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 100 മില്യൺ പ്ലസ് ഷോർട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഒരു ഷോട്ടിന് 100 മില്യൺ പ്ലസ് കേട്ടോ. ഓരോ അങ്ങനത്തെ കുറേ ഷോർട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മഴ കാരണം പുല്ലും കാടും കയറി കിടക്കുകയാണ്. നമുക്ക് അപ്പുറത്തെ ഭാഗത്തോട് നിൽക്കാനാണ്. ബോയ്സ്, നമ്മളപ്പോൾ ഷൂട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ പാലത്തിൻ്റെ പൊക്കത്ത് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ എടുക്കാം. ക്യാമറയൊക്കെ സെറ്റാണ്, എന്താണെന്ന് നോക്കാം. കുറച്ച് ഭാരിയായി, കുറച്ച് വെയിറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അവൻ 1000 രൂപ ജയിക്കുന്നതിന് പകരം 3000 രൂപ ചിലവാക്കി. അത് സെറ്റാ. ബാഗിനത് എന്താണ്? അത് മറ്റേ ഡോറമോന്റെ ബാഗാണെന്ന് തോന്നുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവാ. കിട്ടിയതിൽ ഏറ്റവും നല്ല ടാസ്കാ അതെനിക്കും തോന്നുന്നുണ്ട്. ഓരോ ടാസ്ക് കഴിയും തോറും പയ്യന്റെ രൂപം തന്നെ മാറിക്കൊണ്ടിരിക്കുക. ആ പെണ്ണിന് മേക്കപ്പ് ഇടാറുണ്ട്, സുന്ദരൻ, നല്ല ഭംഗിയായിട്ട്. അവന്റെ മുടി കളർ ചെയ്യാൻ വേണ്ടി അടുത്ത ടാസ്ക്. ദൈവമേ, പാത്തിന് ഓൾറെഡി മോഹം കളറാക്കി, ഇനി മുടിയും കളറാക്കണം. എന്ത് കിടപ്പാ ഇത്? വീഡിയോ ഒക്കെ എടുക്കണ്ടേ? മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ ഇത് ഇടുന്നത് വരെ ഇവിടെ ഒറ്റ മനുഷ്യനില്ലായിരുന്നു ഈ റോഡിൽ. ഇത് ഇട്ട് ഞാനിങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മുക്കിനും മൂലക്കും ആൾക്കാരാ. നോക്കി അവന്റെ കോലം നോക്കി. എന്ത് ചെയ്യാനാ പാവം പയ്യൻ. എന്റെ കൂടെ നടന്നു വന്നത് ഒറ്റയടിക്കായിരുന്നു. എല്ലാ ടാസ്കും പൊളിയായിരുന്നു. കുഴപ്പമില്ല, അടുത്ത വരട്ടെ ഇങ്ങനെ പോയായിരുന്നു. അത് കുറച്ചെങ്കിൽ എന്നപ്പോഴത്തേക്കാണ് പടയെന്നും വേണ്ടി തങ്ങ് വന്നത്. ഇവന്റെ ഇപ്പൊ എത്രാമത്തെ ടാസ്ക് ആണെന്ന് വെച്ചാൽ ഓരോരോ ടാസ്ക് കഴിയുന്നതോറും രൂപം മാറിക്കൊണ്ടിരിക്കുന്നത് കാണാനല്ലേ. മന്തി കഴിക്കണം. ആദ്യത്തെ ടാസ്ക് കുഴപ്പമില്ല, രണ്ടാമത്തെ കുഴപ്പമില്ല, പോന്നോട്ടെ, അടുത്തത് പോന്നോട്ടെ എന്നും കൊണ്ട് അങ്ങനെ ഇരിക്കുവായിരുന്നു. ഫുൾ മന്തിയാണ് കഴിക്കുന്നത്. അതൊക്കെ ഞാൻ കഴിക്കും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ മന്തി എന്തുവാ ആണോ? ഇതൊക്കെ അങ്ങനെയാണോ ആൾക്കാർ സാധാരണ പറയുന്നത്? മന്തിയല്ലേ. നാളെ ഷോർട്സ് വരും. ഇനിയിപ്പോൾ ചെറുതായിട്ട് കണ്ടന്റ് നിങ്ങൾ കുറച്ച് കാണുന്നത് എങ്ങനെയൊക്കെ നടന്നെന്ന് ഷോർട്സിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത ചാലഞ്ച് ഓൾറെഡി കിട്ടിയായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഹെയറിൽ ഇനി കളർ മാത്രമേ കാണത്തുള്ളൂ. അടിച്ച് കഴിയുമ്പോൾ ഹെയർ കാണുമോ? എന്താണ് ഇവന്മാർ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇവിടെ? ഒരു ഉന്മേഷമില്ലല്ലോ ഞങ്ങൾക്ക്. 5ാമത്തെ കടയായതുകൊണ്ടാണ് തളർന്നു തോന്നുന്നു. ജോസഫിനൊന്നും പറയാനില്ലേ? എന്നെ പറയാനേ, ലെഗൊക്കെ വലുതായി. ലെഗൊക്കെ വലുതായിരുന്നു. നടന്നു കൊള്ളാം. നിന്റെ ഈ മേക്കപ്പിനെ കുറിച്ച് ആരും ഒന്ന് അഡ്രസ് ചെയ്യുന്ന പോലില്ല. കുറച്ച് കഴിയുമ്പോൾ ചെയ്തോളൂ. ഇപ്പൊ ആരും മിണ്ടെന്ന് പറയുന്നതിനെ കുറിച്ച് ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. കണ്ടിട്ട് മിണ്ടാത്തിരിക്കണം. ബോയ്സ്, അവന്റെ മുടി കളറായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി. We all are eager to be honest. Yes. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കളർ അടിക്കുന്നത് ആ ചേച്ചി വെച്ചേക്കുന്നത് അങ്ങനല്ലേ അടിക്കുന്നത്? ഇതെന്തോ ഒരുമാതിരി സാമ്പാർ കുളിപ്പിച്ച പോലെ തല നോക്കി ഇതൊന്ന് മൊത്തം അടിക്കുവാണ്. ക്രിസ്റ്റഫർ ആയോ?
ദൈവമേ കാഴ്ച മാറിക്കൊണ്ടിരിക്കുന്നു. ഭിത്തി പെയിന്റ് അടിക്കുന്ന പോലെ അടിക്കുന്നത്. അസ്ന കഴിച്ചോണ്ടിരുന്നത് തല അസ്ന തല കഴിച്ചോണ്ടിരുന്നത് തേച്ച് തല കഴിച്ചിട്ട് തലയിലോട്ട് ആക്കിയത് അല്ലെന്ന്. അസ്ന മറ്റേ കഴിച്ചോണ്ടിരുന്നില്ല വീഡിയോക്കകത്ത്. എനിക്ക് മനസ്സിലായി. അതെല്ലാം തലയിലോട്ട് വരും. തപ്പൊന്നുമില്ല. അവൻ പറയുന്നത് മറ്റേതാണ്. അവൻ പറയുന്നത് ഇതാണ് ഐസ്ക്രീം എടുത്തത് ഐസ്ക്രീമിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. ഇവനൊരു കുണ്ടനാണെന്ന് തോന്നുന്നു. ഇവൻ ഈ സംശയമുണ്ട്. ഇത് ഹിന്ദിക്കാർക്ക് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടേക്കുന്നത്. ഹിന്ദിക്കാർക്ക് ഇത് മനസ്സിലാവത്തില്ല നിന്റെ. അവസാനം ഹെയർ കളറൊക്കെ ആയിട്ട് അവൻ ആകാംക്ഷയായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടി. അവൻ്റെ ലുക്ക് തന്നെ മാറി. രാവിലെ വന്ന പയ്യനല്ല ഇപ്പം. വോയിസ് പയ്യൻ്റെ ലുക്കേ മാറിയത്. ബ്രൗൺ മുടിയൊക്കെ ആയി. രാവിലെ വന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. അതിൻ്റെ കൺമഷിയൊക്കെ ഉള്ളതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. വോയിസ് ഫൈനലി 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ എഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരിനി അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലേ നമുക്ക് കുറച്ചായിട്ട് അറിയാം. നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോവാം അല്ലേ? നീ കഴിച്ചതല്ലേ? ഞാൻ കഴിക്കാൻ പോവാം. ഓക്കെ, എന്നാൽ നമുക്ക് കഴിക്കാൻ പോവാം. 4 മുട്ട കഴിച്ചിരിക്കുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ഇത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചൊരു ഏജൻസി ഇല്ല. അവരാണ് ഏജൻസി. ഇപ്പോൾ വേണം, ഇന്ന് വേണം, അയ്യോ ഇന്ന് എങ്ങനെയും തരൂ പ്ലീസ്, ഞങ്ങൾ എൻ്റെ ജോലി പോകുന്നതും തരും എന്നാണ്. അല്ല ഇപ്പം ഫുഡ് കഴിക്കാൻ പോകുന്നില്ലേ? അതെ. നാളെ ഒരു കിടിലം വീഡിയോ വരുന്നുണ്ട്. എന്ത് വീഡിയോ? നാളെ ഒരു വീഡിയോ വരുന്നില്ല. നാളെ വീഡിയോ വരുന്നില്ല. ഈ ഷോർട്ട് മാത്രമേ പോകുന്നുള്ളൂ. ഏത് ഈ ഷോർട്ട് മാത്രം? അപ്പൊ മറ്റേ 4 ദിവസം കഴിയല്ലേ? മറ്റേത് ഇവന്റെ കയ്യിലല്ലേ? അവൻ അതില് തപസ്സൊക്കെ ചെയ്ത് ഹോമൊക്കെ ചെയ്ത് ഞാൻ ഇനി മറ്റേ എന്തോ 5 സ്റ്റാർ മറ്റേ റിയാലിറ്റി ഷോ ഇല്ലേ, അതില് പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഈ കഴിവുണ്ട്. 2-3 പേര് കമന്റ് ഇട്ട് അത് കൊള്ളായിരുന്നു. MDMA അല്ല, മിമിക്രി ചെയ്യാൻ കഴിവുണ്ടെന്ന് പറഞ്ഞു. ചെറുമാര് കഴിവറിയാന്നും പറഞ്ഞു. അത് നിങ്ങൾ ആക്കുന്ന, ഞാനൊന്നും അല്ലത്. ഇങ്ങനെ എനിക്ക് പണി തരുന്നേ കൈസ്. പെരുപ്പുകേടാ ഒന്നും പറഞ്ഞില്ല. ട്രെയിനർ ഒന്ന് പെട്ടെന്ന് നടക്കടാ. ഞാൻ 5 മുട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് വയ്യ. കാർണിവൽ ഡയറ്റിലുള്ള ഞാനാണ്. എന്താ യൂണിഫോം ആണോ? പാലാരിവട്ടം കൊണ്ടുപോവാ. പിന്നെ പോയാ എന്ന് ചിലവര് വ്ലോഗ് കാണത്തില്ല. അപ്പൊ ഇവളെ കണ്ടപ്പോ ഇവക്ക് സംശയം, അർജുൻ എംപിക്ക് എത്ര വയസ്സാന്ന് സംശയം. എന്റെ അടുത്ത് കുറച്ച് ദിവസം ചോദിച്ചായിരുന്നു. ഞാൻ 35 വയസ്സാ പറഞ്ഞേ. കേക്ക്. അപ്പൊ അവള് തർക്കിക്കുമായിരുന്നു അവിടെ ഇരുന്ന്. ഞങ്ങള് ചോദിച്ചു ട്രെയിനറിന് എത്ര വയസ്സുണ്ടെന്ന്. ട്രെയിനറിന് അപ്പൊ ട്രെയിനറിന് അവൾ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞ് 35 വയസ്സ് കാണും. അപ്പൊ ട്രെയിനർ 35 വയസ്സാന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അപ്പൊ അവൾ ഓക്കെയും പറഞ്ഞു. അവൾക്ക് ഹാപ്പിയാ. ശരി അത്രയൊക്കെ ഉണ്ട്, കണ്ടാലും പറയുന്നു. എന്നിട്ട് അർജുൻ എംപിയുടെ കാരണം തർക്കിക്കുമായിരുന്നു. അർജുൻ എംപിക്ക് അത്രയില്ല, 28. കിടന്ന് തർക്കത്തോടെ ഒരു വലിയ ബീപ്പ് അല്ലേ ഈ മുതുകളവന് 32 എന്നിട്ട് എനിക്ക് അത്രയും ഇല്ലാത്ത എനിക്ക് 35 ഉണ്ടെന്ന്. നിന്നെ എനിക്കത് കാണണം കേട്ടാ. നീ എന്റെ കൺമുന്നിലെ കാര്യം പറഞ്ഞ നാലാമത്തെ കട അടച്ച് നമ്മളിപ്പോ ഫുഡ് കിട്ടാതെ അലയുക. എനിക്കിവിടെ കുറെ പ്രാരാബ്ദങ്ങളല്ല, റെസ്പോൺസിബിലിറ്റി ഒബ്ലിഗേഷൻസ് ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ വിയറ്റ്നാമിന് ടിക്കറ്റ് എടുത്തേനെ. ജോസഫിന്റെ വീട്ടിലോട്ട് പോകാം. അവന്റെ വീട്ടിലോട്ട് എങ്ങനെ നദി നീന്തി കിടക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം രാത്രി. നമ്മളിപ്പോൾ ജോസഫിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഫുള്ള് വെള്ളമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഒരടുത്ത് ജംഗ്ഷൻ എത്തുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നിക്കർ എടുത്തിരിക്കുന്നത്. H&Mന്ന് മേടിച്ചതാണ്. മോനെ അത് നേരെ കയറി ഞാൻ വെള്ളത്തിൽ ചാടി തിമിർക്ക. അങ്ങോട്ട് കുറച്ചേറെ കിടക്കാൻ കണ്ടറിയാവാ. എൻ്റെ വീട് കുറച്ചുണ്ട്. അവിടെ നിന്ന് പാലമൊക്കെ കയറണം. പാലത്തിലോട്ടുള്ള വെള്ളമൊക്കെ അത് ഇങ്ങോട്ട് വന്ന് കിടക്കും. ഇപ്പോൾ വെള്ളവും പാലവും അല്ല എന്ന് വെച്ചാൽ പുഴയും വെള്ളവും എല്ലാം ഒരേപോലെയാണ്. എന്താ നല്ല ദൂരം ഉണ്ടെന്നാ? അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ സ്റ്റാർട്ടാകുന്ന 1 മണിക്കാണ്. നീ കണ്ണിക്കണ്ട പാമ്പിൻ്റെ ഒന്നും കടി മേടിക്കരുത്. നീ എനിക്കതിനെ പറയാനുള്ള നല്ല പട്ടിയുടെ കടി മേടിക്കല്. പട്ടി വെള്ളത്തിനകത്തല്ല ഇരിക്കുന്നത്. ജിറാഫ് വരും, ഇത് വരും, മുതല. ഇവിടുന്ന് സ്റ്റാർട്ട് ആവുകയാണ് ബോയ്സ്.
അവനെവിടെയും പോയി താഴത്തോട്ട് പോകുമ്പോൾ ഈ കളി നിൽക്കും. പോകും തോറും വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട. ഞാൻ പിടിക്കാം. മിണ്ടല്ലേ ഞാർത്തവൻ പിടിക്കുമെന്ന്. ഇപ്പോൾ ഒറ്റയടിക്ക് മീൻ പിടുത്തമല്ലേ ഇത്. ഞാൻ പറഞ്ഞ പട്ടി വരുമെന്ന്. അർജുനല്ലേ പറഞ്ഞ പട്ടി. എന്താ പട്ടി വെള്ളത്തിൽ വന്നോണ്ടിരിക്കുവാണോ ഇങ്ങോട്ട് നീന്തി? എന്തുകൂടെ ഇങ്ങോട്ട് വരുന്നത്? പട്ടിയാടാ പട്ടിയാ. ഒരു പട്ടിയൊക്കെ വെള്ളത്തിൽ കൂടെ നടന്ന് വെള്ളത്തിൽ കൂടിയൊക്കെ ഇങ്ങോട്ട് വരുന്നത്. ഹായ് ബഡി, ഹൗ ആർ യു? പട്ടി പകുതി മുങ്ങിക്കിടക്കും. ഹായ് ബ്രോ. ജോസഫിന്റെ കൂട്ടുകാരനാ. അതെ, അർജുനമ്പിയുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ ദേശീയുണ്ട് കേട്ടോ. പേടിപ്പിക്കുവാണ് വെറുതെ. വെള്ളം ഇപ്പൊ ഇത്ര ആയിട്ടുണ്ട് കേട്ടാ. വേറൊരു പട്ടി പോകുന്നല്ലോ. ഹൗ ഡു യു ഡു? യുവർ ഡാഡി മമ്മി വേർ? ഇത് പെട്രോൾ പമ്പിൽ ഇവിടെ വെള്ളം പുറത്തോട്ട് അടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇവിടെ താഴത്തോട്ട് പോകുന്ന വെള്ളമാര് പിന്നെയും പുറത്തോട്ട് വെള്ളമാണെന്ന് തോന്നുന്നു. വെള്ളം കൂടി കേട്ടോ, മുട്ട് വരെത്തി. അങ്ങോട്ടൊക്കെ ഫുൾ വെള്ളം മാത്രമേ ഉള്ളൂ. അവൻ്റെ വീട് അങ്ങോട്ടാ, ആ വഴിയിലോട്ട്. പിന്നെ മുട്ടിൻ്റെ പൊക്കം എത്തി തുടങ്ങി കേട്ടോ വെള്ളം. ഇവരുടെയൊക്കെ കാണാം. പിടിച്ച് എൻ്റെ നിക്കറൊന്ന് കയറ്റി കേട്ടോ. ശരിപ്പ് ഊരി പോലെ 1000 രൂപ. പട്ടികടിക്കല്ലേ വീട്ടുകാരെ, നമ്മൾ പട്ടാണിരിക്കാണ് കൂട്ടുകാരാ. എൻ്റെ നിക്കറ പൊക്കിയ ഷഡിയും കൂടെ കയറ്റി നോക്കി. ഷഡ്ഡി ഇട്ടില്ലേ എമ്പി? ഷഡ്ഡിയൊക്കെ ഉണ്ട്. എനിക്ക് വന്ന് ഇതിനെക്കാട്ടിലും ചെറിയ നിക്കർ വേണമായിരുന്നു കേട്ടോ. നീ എൻ്റെ കണ്ണിലടിക്കുന്നു, താഴത്തടി. എടാ അതൊന്നും അവിടം വരെ, ഇവിടം വരെ അല്ലേ ഉള്ളു പോളോ. താഴത്തോട്ട് പാമ്പുണ്ടെ കാണത്ത പോലും ഇല്ല. ഞാനൊരു ധൈര്യത്തിലാണ് നടക്കണത്, അതിൻ്റെ ഇടയിൽ എൻ്റെ ധൈര്യം കൂടെ കളയാതെ. ഇത് നല്ല ഇരുട്ടായിട്ട് ഇവിടെ നിന്ന് സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ കിണ്ടിയില്ല. കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. മുമ്പിലോട്ട് ഒന്നും കാണാതെ കണ്ട ഫുൾ ഇരുട്ടാ അങ്ങോട്ട്. ഞാൻ പറയുന്ന മുമ്പിലോട്ട് പോകും തോറും ഇനി ആഴം കൂടുമെന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ ക്രോക്സ് പെർഫോമൻസ് മോഡിൽ ഇട്ട് ആവശ്യം വരും മുമ്പിലോട്ട്. പെർഫോമൻസ് പോയിട്ട് കൈ പോലും കിട്ടുന്നില്ല. റോഡ് എവിടെയാണ്, വെള്ളം, കായൽ, പുഴ, ഇതൊക്കെ എവിടെയാണ്? ഈ രാത്രി തെറ്റ് സമയം വരാനാണ്. വേറെ ക്രോക്സ് ഒക്കെ പൊങ്ങി നടക്കുന്നു. വെള്ളം കൂടുന്നുണ്ട് കേട്ടാ, വെള്ളം കൂടുന്നുണ്ട്. ഇവിടെ അതേ മുട്ടിന്റെ പൊക്കത്ത് പൊങ്ങി തുടങ്ങി കേട്ടാ. ഓ ബോയ്സ്, എന്റെ നിക്കറ് നിറഞ്ഞു തുടങ്ങി. അണ്ടർവെയർ വരേണ്ടി വരും കേട്ടാ. മുട്ടിന്റെ പൊക്കത്തെത്തി. മീൻ ഉടക്കി കിടന്നിട്ട് ചത്ത് കിടക്കുന്നു. ഇല്ല, അതും ചത്തതാ ബോയ്സ്. ഇവിടെ പുല്ലൊക്കെ വന്ന് കിടക്കുന്നല്ലേ. എന്തോ പ്രാണിയൊക്കെ പടർന്നു വരുന്നല്ലേ മോതക്കോട്ട്. മറ്റേ പ്രാണി. ഇതെന്തോ എന്റെ മോതയ്ക്ക് വരുന്നത്? ബോയ്സ്, ട്രാൻസ്ഫോമർ കുറച്ച് അടുത്തല്ലേ എൻ്റെ. ബോയ്സ് നോക്കിയേ, എന്ന് വെച്ചാൽ ഇവന്റെ ആ ഭാഗത്ത് അവിടെ വെള്ളമായിരുന്നു, ഇവിടെ വെള്ളമായിരുന്നു. ഇപ്പൊ നടുക്കും വെള്ളമായി റോഡിൽ. ഇത് റോഡാണല്ലേ? ഇത് റോഡല്ല, തോട്. ഇപ്പൊ ഈ ലൈറ്റ് അടിക്കുന്നോണ്ടില്ലേ ഈ പ്രാണികൾ വന്ന് മോന്തയ്ക്ക് ഇരിക്കുന്ന അറിയാവോ. 3 കിലോമീറ്റർ ആയിട്ട് വെള്ളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അവസാനം അവന്റെ വീട് എത്താറായി. കുറച്ചുകൂടി ഉണ്ട് ഇനി, 1 കിലോമീറ്റർ കൂടി. തിരിച്ചു പോകുന്ന വഴി എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഷോക്കുമാണ് കുറച്ചൊക്കെ. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് കഴിച്ച ഊംഫിയ ഫുഡ് കാരണം വയറുവേദന എടുക്കുന്നു. ഈ അൽഫാമും ഈ ചപ്പും ചവറും ഞാൻ തിന്ന് നിർത്തും. കുറേ നാളെ എപ്പോൾ കഴിച്ചാലും വയറുവേദനയാണ്. ഈ ഫുൾ 3 കിലോമീറ്റർ ഞാൻ വയറുവേദനയായിട്ട് നടന്നത്. ഇങ്ങോട്ട് മീനൊക്കെ ചാടി പോകുന്നു. അങ്ങനെ ഫൈനലി ജോസഫിനെ നമ്മൾ അവൻ്റെ വീട്ടിലോട്ട് എത്തിച്ചിട്ടുണ്ട്. എനിക്കിനി നടക്കാൻ പറ്റുന്നില്ല വീട്ടിലോട്ട്. ഞാൻ ആ കാർണിവൽ ഡയറ്റുമാണ്, പിന്നെ സമയത്ത് ഫുഡും കഴിച്ചില്ല. അതുകൊണ്ട് തീരുമാനമായി. എൻ്റെ വീട്ടിൽ ഇവിടം വരെ വെള്ളം വരുന്നുണ്ട്. ഇനിയുള്ള തിരിച്ചു നടപ്പ് ഈസി. എനിക്ക് വയ്യ, ഞാനിവിടെ ഇരുന്ന് പോയി. എനിക്ക് ഉറങ്ങിയാൽ മതി. ഞാൻ ഇവിടെ ഈ വരാന്തേ കിടന്നോളാം. വല്ല നല്ല കാറ് മേടിച്ചിട്ട് വെള്ളത്തിറക്കാൻ വേണ്ടി സ്നോർക്കലൊക്കെ വെച്ച് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. വെറുതെ അല്ലെങ്കിൽ പിന്നെ കാറിൻ്റെ പൊക്കത്ത് ഒരു കയാക്കൊക്കെ വെച്ചിട്ട് തുഴഞ്ഞു വരായിരുന്നു. എവിടെ പകുതി റോഡത്തും എടുത്ത് തലയിൽ വെച്ചിട്ട് വരും. ആ കയാക്കിന് വീട്ടിലല്ലോ. എത്ര പേര് ഇരിക്കും? 2 പേര്. ഇവർക്ക് ഇരിക്കുക ഒന്നാകുമ്പോൾ കേട്ടോ നമുക്ക് തുഴഞ്ഞു വരാം. എന്നിട്ട് റോഡത്ത് നേരത്തെ അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കും. എൻ്റെ ഇത് ചായ ഉണ്ടാക്കി നമുക്ക് വേണ്ടി ഈ പാതിരാത്രി ഇവനാണ് ചെയ്യിപ്പിച്ചത്. സമയം നോക്കിയേ, ആ ക്ലോക്കിൽ കാണിച്ചു. എവിടെ ക്ലോക്ക്? 2:30 ബോയ്സ്. ഞാൻ ഇവിടെ തന്നെ ഷട്ട് ഡൗൺ ആവുകയാണ്. നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് പോവാം. അവൻ്റെ പട്ടിയും സൈഡിലുണ്ട്, അത് ഫുള്ളും കുരയ്ക്ക് രാത്രി ഫുള്ളും. ഈ ട്രെയിനർ ഇരിപ്പുണ്ട്, അവനവിടെ നിൽക്കുന്നു. ഞാൻ ഒറ്റയടിക്ക് സ്വിച്ച് ഓഫ് ആവുക, സംസാരമൊന്നുമില്ല.